ഇന്ന് 2026 ജൂൺ 5 വെള്ളിയാഴ്ച. എല്ലാ വർഷവും ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ, ആഗോള പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്തുവാനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി 1973 മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഓസോൺ പാളിയിലെ വിള്ളലുകളും ആഗോള താപനവും പ്രകൃതിയുടെ സ്വാഭാവിക കാലാവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. പരിസ്ഥിതിയുടെ നാശത്തിന് പോലും ഇത് കാരണമാകുന്നു. ഈ സ്ഥിതി മാറണം. പ്രകൃതി സംരക്ഷിക്കപ്പെടണം. ഈ വർഷത്തെ, അതായത് 2026 ചിന്താവിഷയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയോടൊത്ത് നല്ല കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ നാട് ഇന്നുവരെ കാണാത്ത കഠിനമായ ചൂടാണ് നാം അനുഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി വരുംകാല ഭാവിയിൽ ഈ സ്ഥിതി തുടർന്നാൽ നമ്മുടെ ജീവിതം അതിദുസ്സഹമായി തീരും. പ്രധാനമായും നമുക്ക് 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ആഗോള താപനം തടയുക. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറച്ച് കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കും. 2, വൃക്ഷത്തൈ നടൽ. വനനശീകരണം തടയുന്നതിനും കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലൂടെയും പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഉറപ്പാക്കുവാൻ കഴിയും. 3, പ്ലാസ്റ്റിക് നിയന്ത്രണം. പരിസ്ഥിതിക്ക് ദോഷകരമായ പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്നവ ശീലമാക്കുക. പ്രിയരെ, ഈ പരിസ്ഥിതി ദിനം വെറും ഒരു ചടങ്ങായി മാറാതെ നമ്മുടെ ഭാവിക്കായി, വരും തലമുറകൾക്കായി എന്നും സുഖകരമായ കാലാവസ്ഥ ഉണ്ടാകുവാനായി പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാം. ഏവർക്കും ഹൃദ്യമായ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു.